ജയിലിൽ എല്ലാ ദിവസവും ബിരിയാണി കിട്ടാത്തതിന് ജയിലിലെ പാത്രങ്ങളൊക്കെ തല്ലിപ്പൊളിക്കുക. തൻ്റെ തൻ്റെ കൈ ഒരു കൈപ്പത്തി ഇല്ല, കൈപ്പത്തി വച്ച് പിടിപ്പിക്കണമെന്ന് ആവശ്യപ്പെടുക. അതിനുശേഷം ഒരു ദിവസം 5 കെട്ട് ബീഡി എനിക്ക് വേണം എന്ന് ശഠിക്കുക. പിന്നെന്താണ്, എനിക്ക് സ്ത്രീകളെ വേണം, ലൈംഗിക ബന്ധത്തിന് സ്ത്രീകളെയോ പുരുഷന്മാരെയോ വേണം, അതുപോലെ മദ്യം വേണം എന്ന് നിരന്തരം ബഹളം വയ്ക്കുക. ജയിൽ തൻ്റെ മുറിക്ക് അടുത്തേക്ക് വരുന്ന ആളുകളെ അകറ്റി നിർത്താൻ വേണ്ടി അമേദ്യം, അതായത് മലം വാരി എറിയുക, ജയിലിൻ്റെ ചുമരുകളിൽ മലം വാരി തേക്കുക. ഇതൊക്കെ ചെയ്യുന്ന ഒരു പ്രതിയാണ് ഗോവിന്ദചാമി. ഗോവിന്ദചാമി ആരാണെന്ന് ഞാൻ പറയാതെ തന്നെ എല്ലാ ആളുകൾക്കും അറിയാം. 2011 ജൂൺ മാസത്തിൽ ഷൊർണൂർ ട്രെയിനിൽ കൊച്ചിയിലെ സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി കഴിഞ്ഞ് ഷൊർണൂർ പാസഞ്ചറിൽ കയറി വീട്ടിലേക്ക് പോയിക്കൊണ്ടിരുന്ന ഒരു 23-കാരിയെ ട്രെയിനിനുള്ളിൽ വെച്ച്, കമ്പാർട്ട്മെൻറ്റിൽ വെച്ച് ഉപദ്രവിക്കുകയും പിന്നെ തള്ളിയിട്ട് കുറ്റിക്കാടിനുള്ളിൽ വെച്ച് ക്രൂരമായി ബലാത്സംഗം ചെയ്യുകയും കൊലപ്പെടുത്തുകയും ചെയ്ത കേസിലെ പ്രതിയാണ്, ഏക പ്രതിയാണ് ഈ പറയുന്ന ഗോവിന്ദചാമി. ഗോവിന്ദചാമിക്ക് ജനൻ TV ചാർലി ജോസഫ് എന്നൊക്കെ പേരൊക്കെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ അവരുടെ രാഷ്ട്രീയം. ഗോവിന്ദചാമി തന്നെയാണ് ഗോവിന്ദചാമി. എന്നാൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട വിചാരണ കോടതിയും ഹൈക്കോടതിയും വധശിക്ഷയ്ക്ക് വിധിച്ചെങ്കിലും സുപ്രീം കോടതിയിൽ തെളിവുകളുടെ അഭാവത്തിൽ വധശിക്ഷ മാറി ജീവപര്യന്തം ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരുന്ന ഗോവിന്ദചാമിയാണ് ഇന്ന് പുലർച്ചെ 1:15 ജയിലിൽ ചാടിയത്. കണ്ണൂർ ജയിലിലെ അതീവ സുരക്ഷാ സെല്ലായ ബ്ലോക്ക് നമ്പർ 10 അവിടെയാണ് ഇയാളെ ഏകാന്ത തടവിന് വിധിച്ചിരുന്നതും ഇയാൾ അവിടെയാണ് പാർപ്പിച്ചിരുന്നത്. ഇയാളെ അവിടെ നിന്നാണ് ഇയാൾ ചാടിപ്പോയത്. അപ്പോഴാണ് കഥകളും ഉപകഥകളും പെരുകുന്നത്. ചിലർ പറഞ്ഞു ഗോവിന്ദചാമിയെ പോലീസ് പിടിക്കില്ല, ഗോവിന്ദചാമിയെ പിടിക്കില്ലെന്ന് പറഞ്ഞ് മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ഗോവിന്ദചാമിയെ കേരള പോലീസ്, അത് കണ്ണൂർ കമ്മീഷണർ നിതിൻ രാജിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം പോക്കി അകത്താക്കി. ഗോവിന്ദചാമിയെ പോക്കി അകത്താക്കിയതൊക്കെ അവിടെ നിൽക്കട്ടെ. ഗോവിന്ദചാമി ചാടിപ്പോയതിനെ കുറിച്ച് നിങ്ങൾ ഇതിനകം തന്നെ എത്ര വാർത്തകളും യൂട്യൂബ് ലിങ്കുകളും കണ്ടു കാണും, മറച്ചു നോക്കി കാണും. ഞാൻ പറയുന്നത് ഗോവിന്ദചാമി എന്ന വ്യക്തി ഒരു കാമപ്രാന്തനാണ് എന്ന് മുൻ പോലീസ് ഉദ്യോഗസ്ഥൻ, അതായത് ഇയാൾ അറസ്റ്റ് ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥൻ വെളിപ്പെടുത്തുന്നു. അഷ്റഫ് എന്ന് പറഞ്ഞ പോലീസുകാരൻ. 6 അടി ഉയരമുള്ള ഗോവിന്ദചാമി അന്ന് ആരോഗ്യം ഉണ്ടായിരുന്നു. അവനെ 3 പേർ ചേർന്ന് ഒരു കൈ, അവൻ്റെ സ്വാധീനമുള്ള ഒരു കൈയിൽ പിടിച്ച് 3 പേർ ചേർന്ന് പിടിച്ചിട്ടും അവനെ പിടിച്ചു നിർത്താൻ കഴിയുന്നില്ല. അത്ര കരുത്തനാണ് അവൻ. അവൻ എന്തും ചെയ്യാൻ മടിക്കാത്തവനാണ്. കുറ്റബോധം ലവലേശമില്ലാത്തവനാണ്, പാപബോധം ലവലേശമില്ലാത്തവനാണ്. അവൻ ഇറങ്ങും. അവന് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടണം, സ്ത്രീയോ പുരുഷനോ കിട്ടണം. അതിനുവേണ്ടി അവൻ എന്ത് ചെയ്യും? അതിൻ്റെ പക അവൻ്റെ ഉള്ളിൽ കിടന്നിങ്ങനെ തികട്ടി വരുന്നു. അവൻ ജയിൽ ചാടുമെന്ന് അന്നേ അറിയാമായിരുന്നു എന്ന് ആ പോലീസുകാരൻ പറയുന്നു. ശരിയാണ്, ഇയാൾ ജയിൽ ചാടി എങ്ങോട്ടേക്കാണ്? റെയിൽവേ സ്റ്റേഷൻ അറിയാത്തത് കൊണ്ട് മാത്രമാണ് കണ്ണൂർ ടൗണിൽ DC ഓഫീസിന്റെ മുന്നിൽ കിടന്ന് ചുറ്റിച്ച് കിണറ്റിലകത്ത് ഒളിച്ചിരിക്കുന്ന സമയത്ത് നാട്ടുകാർ കണ്ട് പോലീസിന് ചൂണ്ടിക്കൊടുക്കുകയും പോലീസ് വന്ന് മുടിയിൽ തൂക്കിയെടുത്ത് ആകെ അഴിക്കുള്ളിലാക്കുകയും ചെയ്തത്. ഈ ഗോവിന്ദചാമി ആന്ധ്ര, തമിഴ്നാട്, കേരളം ഈ സംസ്ഥാനങ്ങളിലൊക്കെ ഇയാൾക്ക് കേസുണ്ട്. 14ഓളം കേസുകൾ ശിക്ഷിക്കപ്പെട്ട ആളാണ് ഗോവിന്ദചാമി. അങ്ങനെ ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ള ഗോവിന്ദചാമിയാണ് കൊലക്കേസിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്നതും പിന്നീട് ജീവപര്യന്തമായി മാറുന്നതുമൊക്കെ. ഈ ഗോവിന്ദചാമി എങ്ങനെയാണ് ജയിലിൽ നിന്ന് ചാടിപ്പോയത്? അയാൾ തന്നെ നിതിൻ രാജ് കമ്മീഷണറുടെ ചോദ്യം ചെയ്യലിൽ അവിടെ പാലിൻ്റെ ഡ്രമ്മുകൾ ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള ഡ്രമ്മുകളൊക്കെ താൻ നോക്കി വെച്ചിരുന്നു. പിന്നീട് മാസങ്ങളുടെ ആസൂത്രണം ഉണ്ടായിരുന്നു. മാസങ്ങളായി ഇയാൾ ചോറ് കഴിക്കില്ല, ഡോക്ടറെ കൊണ്ട് എഴുതി വാങ്ങി, ഇയാൾക്ക് ഷുഗർ അങ്ങനെയൊക്കെ എഴുതി വാങ്ങി. എന്നിട്ട് ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടി ചപ്പാത്തി മാത്രമാക്കി ഭക്ഷണം, അതായത് ഗോതമ്പ് ഭക്ഷണം മാത്രം. അതിനുശേഷം നിരന്തരം വ്യായാമത്തിലൂടെ ശരീരം ശക്തമാക്കി, എന്നിട്ട് മെലിഞ്ഞ ശരീരപ്രകൃതിയാക്കി, എന്നിട്ട് ആളില്ലാത്ത വസ്ത്രങ്ങൾ, അതായത് തടവുകാർ ഉപേക്ഷിച്ചു പോയ വസ്ത്രങ്ങളുണ്ടല്ലോ, അതൊക്കെ കരുതി വെച്ചു. വിചാരണ തടവുകാർ, തൊട്ടടുത്ത സെല്ലിൽ വിചാരണ തടവുകാരുണ്ട്, അവരുടെ കുപ്പായം കണ്ടുവച്ചു. എന്നിട്ട് ഒരു ആക്സാബ്ലേഡ് സംഘടിപ്പിച്ചു. ആക്സാബ്ലേഡ് ജയിലിനകത്തുള്ള ഒരാൾ കൊടുത്തുവെന്നാണ് ഇപ്പോൾ പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത്. ജയിലിൽ നവീകരണ പ്രവർത്തനങ്ങൾ നടക്കുകയാണ്. അതുകൊണ്ട് അവിടെ നിന്ന് കട്ടെടുത്ത ആക്സാബ്ലേഡ് ഇയാൾക്ക് ലഭിച്ചു. അത് വെച്ച് 1.5 മാസമായി ജയിലിന്റെ പതിയെ മുറിച്ചുകൊണ്ടേയിരുന്നു. കുറേശ്ശെ ക്ഷമയോടുകൂടി 1.5 മാസം കൊണ്ട് കമ്പി മുറിച്ച് മാറ്റി. അതേ തന്നെ ഇയാളുടെ ശരീരവും ആ വിടവിലൂടെ പുറത്തു കടക്കാൻ പാകപ്പെടുത്തി. പിന്നീട് ഡ്രമ്മൊക്കെ നോക്കി വെച്ചിരുന്ന ഡ്രമ്മൊക്കെ കൊണ്ട് മതിലിന് സമീപം വിട്ടു. ഏകദേശം 10 അടിയോളം ഉയരമുള്ള മതിലാണ്. ആ മതിലിന്റെ മുകളിൽ ഫെൻസിംഗ് ഉണ്ട്. 2 വർഷമായി അവർ അതിലൂടെ വൈദ്യുതി കടത്തി വിടുന്നില്ല. ആ വൈദ്യുതി ഇല്ല എന്നൊക്കെ ഇയാൾക്ക് അറിയാം. അവിടേക്ക് ഇയാൾ കരുതി വെച്ചിരുന്ന തുണിയൊക്കെ ചേർത്ത് കെട്ടി വടം പോലെയാക്കി, അതായത് ബലപ്പെടുത്തി ഇയാൾ ആ ഫെൻസിംഗിൽ എറിയുന്നു, ഫെൻസിംഗിൽ ചുറ്റുന്നു, എന്നിട്ട് ഈ ഡ്രമ്മുകളിലൂടെ പിടിച്ച് കയറുന്നു. ആ തുണി വഴി തന്നെ
പുറത്തേക്ക് ചാടി രക്ഷപ്പെടുകയും ചെയ്യുന്നു. പുലർച്ചെ 1:15 സംഭവം. ഒരു കൈക്ക് സ്വാധീനക്കുറവുള്ള ഗോവിന്ദചാമി എങ്ങനെ ഇതൊക്കെ ചെയ്യും എന്നാണ്. ഒരു ക്രിമിനലിന്, ഇൻബോൺ ക്രിമിനലിന് അവൻ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അവൻ ചെയ്യാത്തതുണ്ടോ? അതുകൊണ്ട് മറ്റാരുടെങ്കിലും സഹായം ലഭിച്ചു എന്ന് പറയുന്നതൊക്കെ ബ്ലൈഡ് ആരെങ്കിലും കൊടുത്തു കാണാം, എന്തെങ്കിലും ആവശ്യം പറയുമ്പോൾ എടുത്ത് കൊടുത്തിട്ടുണ്ടാകാം. അല്ലാതെ ജയിലിനകത്തു നിന്നോ പുറത്തു നിന്നോ ഇയാൾക്ക് സഹായം ലഭിക്കാനുള്ള ഇപ്പോൾ വളരെ കുറവാണ്. ഇനി അന്വേഷിച്ച് ഇയാൾ തന്നെ പറയണം, എങ്കിൽ മാത്രമേ കൃത്യമായി അറിയാൻ കഴിയൂ. സഹായം ലഭിച്ചിരുന്നുവെങ്കിൽ, ജയിലിന് പുറത്തു നിന്ന് ഗോവിന്ദചാമിക്ക് സഹായം ലഭിച്ചിരുന്നുവെങ്കിൽ ഉറപ്പായും 6 മണിക്കൂറിന്റെ ഇടവേളയുണ്ടായിരുന്നു. 1:15 ജയിൽ ചാടുന്നു. പുലർച്ചെ 6 മണിയോടുകൂടിയാണ് സ്ഥിരീകരിക്കുന്നത് ചാടിയത് ഗോവിന്ദചാമിയാണെന്ന്. 7 മണിയോടുകൂടിയാണ് കണ്ണൂർ പോലീസിന് വിവരം ലഭിക്കുന്നത് ഗോവിന്ദചാമി ജയിൽ ചാടിയിട്ടുണ്ടെന്ന്. അത് കഴിഞ്ഞ് 3 മണിക്കൂറാകുമ്പോഴേക്കും ഗോവിന്ദചാമിയെ തട്ടി അകത്താക്കി. ഏകദേശം 9 മണിക്കൂറോളം സമയം, ചാടിയ സമയം 1:15 ആണെങ്കിൽ പിടിക്കപ്പെടുന്ന 10:30 വരെയുള്ള സമയത്ത് ഏകദേശം 8-9 മണിക്കൂർ കൊണ്ട് പുറത്തു നിന്ന് സഹായം ലഭിച്ചിരുന്നുവെങ്കിൽ ഇയാൾ അതിർത്തി കടന്നേനെ ഉറപ്പായും. അതുകൊണ്ട് പുറത്തു നിന്നൊക്കെ ഈ കെ സുരേന്ദ്രനും അതുപോലെ വി ഡി സതീശനും ഒക്കെ പൊട്ടത്തരം വിളിച്ചു പറഞ്ഞാലും അതൊന്നും വാസ്തവമാകണമെന്നില്ല. അതുകൊണ്ട് ഇയാൾ എന്നിട്ട് പോയത് ഗുരുവായൂർ പോയി മോഷ്ടിക്കാൻ പോവുകയായിരുന്നു, അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനിൽ പോയി ട്രെയിനിൽ കയറി കടന്നു കളയാൻ പോവുകയായിരുന്നു എന്നൊക്കെയുള്ള വാർത്തകൾ വരുന്നുണ്ട്. ഇയാൾ പോയത് ഇയാളുടെ ലൈംഗിക ആസക്തിയുടെ പൂർത്തീകരണത്തിന് വേണ്ടി ഏതെങ്കിലും സ്ത്രീകളുടെ അടുത്തേക്കാണോ, ഏതെങ്കിലും സ്ത്രീകളാണോ ഇയാൾക്ക് സഹായം ചെയ്തു കൊടുത്തതെന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, ചുരുക്കി പറഞ്ഞാൽ ഗോവിന്ദചാമി എന്ന ക്രിമിനൽ, അയാളെ സന്തോഷ് പണ്ഡിറ്റ് പറയുന്ന പോലെ അയാൾക്ക് മട്ടൻ ബിരിയാണിയും ചിക്കൻ ബിരിയാണിയും ഒക്കെ കൊടുത്ത് അയാളെ പ്രാപ്തനാക്കി, കരുത്തനാക്കി. എന്നിട്ട് ജയിലിലെ എല്ലാ വശങ്ങളും അയാൾ പഠിച്ചിട്ട് അതുവഴി അയാൾ നൂണ് ഇറങ്ങി. പക്ഷെ കേരള പോലീസിന്റെ കരുത്തുറ്റ സംവിധാനം കൊണ്ട് അയാളെ അകത്താക്കുകയും ചെയ്തു. ഗോവിന്ദചാമി ചാടിപ്പോയി എന്ന് പറഞ്ഞപ്പോൾ സംഭ്രമിച്ച ഒരുപാട് ആളുകളുണ്ട്. അതിലൊന്നാണ് അന്ന് കൊല്ലപ്പെട്ട യുവതിയുടെ അമ്മ. അവർ പറയുന്നത് ഇവനെ നാട്ടുകാർ തല്ലിക്കൊല്ലണമായിരുന്നു, അല്ലെങ്കിൽ ഇവനെ വധശിക്ഷയ്ക്ക് നേരത്തെ വിധിക്കണമല്ലോ, വധശിക്ഷ നടപ്പിലാക്കണമായിരുന്നു എന്ന ആവശ്യമാണ് അവർ വീണ്ടും ഉന്നയിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഗോവിന്ദചാമി വീണ്ടും വാർത്തകളിൽ നിറയുമ്പോൾ ആളുകളിൽ ഭീതി മാത്രമല്ല, ഈ സുരക്ഷാ ജയിൽ, അതീവ സുരക്ഷാ സെല്ലിൽ നിന്നും, അതീവ സുരക്ഷയുള്ള ജയിലിൽ നിന്നും ഇങ്ങനെ ഒരു ക്രിമിനൽ ചാടിപ്പോയത് വീഴ്ചയായി വിലയിരുത്തി കൂടുതൽ സുരക്ഷാ നടപടികൾക്ക് ജയിൽ വകുപ്പും സർക്കാരും ഒക്കെ തയ്യാറാകണമെന്ന് ഒരു വലിയ ആവശ്യമാണ് ഈ സംഭവം വിരൽ ചൂണ്ടുന്നത് എന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല. അത് സർക്കാർ ചെയ്യുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യാം. ഏതായാലും ഇയാളെ തൂക്കി അകത്താക്കിയ കണ്ണൂർ പോലീസിന്, പ്രത്യേകിച്ച് കമ്മീഷണർ നിതിൻ രാജിനൊക്കെ വലിയൊരു സല്യൂട്ട്.